എല്ലാവർക്കും അമ്മൂസ് അവിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കി കുടിക്കുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്, വളരെ പോഷകപ്രദമാണ്. അതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ വഴിയായിട്ട് പറയുന്നതാണ്. ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നും പറഞ്ഞു തന്നതാണ്. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം അല്ലേ. എല്ലാവർക്കും അമ്മൂസ് അവിയലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ. കൂട്ടത്തിലെ മറ്റേ ബെൽ ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരെയും ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും ഇത് ഉണ്ടാക്കി കുടിക്കണമെന്ന് ഞാൻ പറയാം. വളരെ ഗുണമുള്ളതാണ്. അതുകൊണ്ട് ഇത് എല്ലാവരും ഉണ്ടാക്കി കുടിക്കണമെന്നാണ് ഞാൻ പറയുക. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയ പഴം കിട്ടിയ മരം. ഒരു 10-15 വർഷത്തിന് മേലെയും തോന്നുന്നു ഞാനിതിവിടെ കൊണ്ടുവച്ചിട്ട്. ഇതിൻ്റെ പേരാണ് ലക്ഷ്മണപ്പഴം. സീതപ്പഴം പോലെയുള്ള, നമ്മുടെ ആത്തച്ചക്ക പോലെയുള്ള ഒരു പഴം. അതായത് മുള്ളാത്ത എന്ന് പറയുന്ന മരമാണിത്. ഇതിനകത്ത് കിടന്നിട്ടാണ് ഈ ചക്ക ഉണ്ടാവുക. സീതപ്പഴം പോലെ തന്നെയാണ് ഈ ലക്ഷ്മണപ്പഴവും. ഇതിന് നിറയെ മുള്ളുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ഇതിന് മുള്ളാത്താണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത്. ഇതിന് മധുരവും പുളിയും കലർന്നൊരു രുചിയാണ് ഇതിൻ്റെ പഴത്തിനുള്ളത്. പഴത്തിൽ ധാരാളം നാരും പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട്. പറ്റി കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നതാണ്. അതെല്ലാവരും വായിച്ചു നോക്കണം. പിന്നെ ഇത് നല്ല മൂത്ത പഴം ആയാണെങ്കിൽ ഇതുകൊണ്ട് നല്ല മസാലയൊക്കെ ഉണ്ടാക്കാം. നല്ല മസാലയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് അതിന്. ഇത് ഞാൻ അങ്ങനെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പൊട്ടിച്ച് ചേർത്താണ്. അത് പക്ഷെ നോക്കിയപ്പോഴാണ് പഴുത്തുനിന്ന് കണ്ടത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇതിൻ്റെ ജ്യൂസൊന്നും ഉണ്ടാക്കി കുടിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴുത്തതല്ല, എന്തായാലും ഒന്ന് ജ്യൂസ് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ എനിക്കിത് അധികം ഞാൻ പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഇത് ഉപയോഗിക്കുന്നത് ജ്യൂസായിട്ട്. അതുകൊണ്ട് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുകയെന്ന് ഒന്നും മര്യാദയ്ക്ക് അറിയില്ല. അപ്പോൾ എന്നാലും നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. നന്നായാൽ മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കില്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഞാൻ എത്തിക്കുള്ളൂ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കണു. എൻ്റെ നല്ല ഭംഗിയുള്ള കറുത്ത കുരു വേണമെങ്കിൽ ഇങ്ങനെ ഭംഗിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നവർക്ക് അത് ഉപയോഗിക്കാം. അങ്ങനെ അത്രയും ഭംഗിയുള്ള കുരുക്കളാണ്. ഈ മുള്ളാത്തയുടെ കായ്കളിലും ഇലയിലൊക്കെ അസറ്റോജെനിനസ് എന്നൊരു ഘടകമുണ്ട്. അത് അർബുദത്തെ, ക്യാൻസറിനെ നിയന്ത്രിക്കുന്നതാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇപ്പോഴല്ല, കുറച്ച് കാലമായി കണ്ടുപിടിച്ചിട്ട്. അത് കാരണം എല്ലാവരും ഇപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ട് പഴം. പിന്നെ കീമോതെറാപ്പി കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ കുറയ്ക്കാനും ഈ പഴത്തിന് കഴിയും. പിന്നെ നല്ല ഉറക്കം കിട്ടാൻ, സ്ട്രെസ് കുറയ്ക്കാനും നല്ല ഉന്മേഷം കിട്ടാനും ഒക്കെ ഈ ജ്യൂസിന് കഴിയും, ഈ പഴത്തിന് കഴിയും. കൂടാതെ മൈഗ്രെയിൻ, വിളർച്ച, ദഹനക്കുറവ്, മൂത്രാശയ രോഗങ്ങൾ, ശരീരവേദന ഇതിനൊക്കെ മാറ്റാൻ ഈ പഴത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. പിന്നെ കൂടാതെ വേറൊരു കാര്യം, ഈ മരത്തിൻ്റെ ഇലയുടെ നീര് പേനും മൂട്ടിയൊക്കെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു പറയുന്നു. അത് ഉപയോഗിച്ച പേനും മൂട്ടിയൊക്കെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളെല്ലാവരും വായിക്കുന്നത് കരുതുന്നു. അപ്പോൾ ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെക്കാം. ഇതാണ് ഈ കുരുവൊക്കെ നമ്മളിങ്ങനെ മാറ്റിയെടുക്കുക. കൈ കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാം. നമുക്കിങ്ങനെ കൈ ഉണ്ടാക്കി ഉടച്ചെടുത്ത് ആ കുരു മുഴുവൻ മാറ്റിയെടുക്കാം. നല്ല എല്ലാത്തിനും കുരു ഉണ്ടാവും. ആത്തച്ചക്കയുടെ കുരു പോലെ തന്നെയാണിത്. അത് മാറ്റുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പുതിനയില അരിഞ്ഞിച്ചു. അതിൻ്റെ വീട് കലറാൻ വേണ്ടിയിട്ടാണ്. ജ്യൂസിലൊന്നും ഞാൻ അങ്ങനെ അടിക്കണമൊന്നുമില്ല. ജ്യൂസ് അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ജ്യൂസ് ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു. അത് നല്ലപോലെ ഉടച്ചെടുത്തു. ഇതാ കണ്ടോളൂ, ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോളൂ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു.
ഒരു വെള്ളം ഒഴിച്ചിട്ട് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. നല്ല വേനൽക്കാലമല്ലേ, അപ്പം തണുത്തോട്ട് വെച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചു. ഇങ്ങനെ ഒരു ഇതെടുത്ത് എഗ് ബീറ്റർ പോലത്തെ ബീറ്ററെടുത്ത് ഇങ്ങനെ അടിച്ചാൽ മതി. അതിൻ്റെ മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ അടിക്കണം എന്നുള്ളവർക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. പക്ഷെ ഞാൻ എന്താ കുറച്ച് പുതിനയുടെ ഇലയും കൂടി ഇട്ടിട്ട് വേറെ ഒന്നും ചേർക്കത്തില്ല. ഇതിങ്ങനെ ഒന്ന് അടിച്ചെടുത്തു, മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കുറച്ച് നേരം. അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതാ നല്ല കട്ടിയിൽ തന്നെയാണ്. വേണമെന്നുള്ളവർക്ക് കട്ടി കുറയ്ക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. പക്ഷേ ഇതിലധികം വെള്ളം കുറയ്ക്കണ്ട. വിധം കട്ടിയിൽ കഴിക്കുന്നതാണെന്നുണ്ട്. നല്ല പാല് പോലെ, നല്ല തേങ്ങാപ്പാൽ പോലെ തന്നെ വരുന്നത് കണ്ടില്ലേ. എന്നിട്ട് അത് അരിച്ചെടുത്തു ഞാൻ നല്ലപോലെ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ ഈസിയാണ്, മിക്സിയിൽ അടിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കാം. ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, വളരെ പോഷകഗുണമുള്ളതാണ്. അതൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഇതിൻ്റെ പിണ്ടി, അതായത് ബാക്കി വരുന്ന റെസിഡ്യൂ, അത് കളയണമെന്നൊന്നുമില്ല. കഴിക്കണം എന്നുള്ളവർക്ക് അത് കഴിക്കാം. വളരെയധികം നാരുകളടങ്ങിയ സാധനമാണ്. അത് കളയണമെന്നൊന്നുമില്ല, കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. കുരുവൊക്കെ മാറ്റിയതാണ്. അത് നമുക്ക് കഴിക്കണം എന്നുള്ളവർക്ക് കഴിക്കാം, കളയേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആത്തച്ചക്ക, സീതപ്പഴം, അങ്ങനെ പല പഴങ്ങളും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. അതുപോലെ പപ്പായ, ഇതൊന്നും നമുക്ക് അത്ര ഉപയോഗിക്കാൻ ഇത്തിരി മടിയാണ്. എന്നാൽ കാശ് കൊടുത്ത് നമ്മൾ വാങ്ങുമ്പോഴോ അയ്യോ അതിനെന്താ ഇതെന്ന് പറയും. പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്ത് കിട്ടുന്ന ഈ പഴങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ വളരെ നല്ലതാണ്. അതായത് നമ്മൾ ജനിച്ച് വളരുന്ന സ്ഥലത്ത് കിട്ടുന്ന പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതെന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ അതാ ഞാൻ ഇത് ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്ഷണലാണ്. അത് ഞാൻ കുറച്ച് കഷ്കശും പിന്നെ ആശാളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലിടുന്നു. കുറച്ച്, വളരെ കുറച്ച് കേട്ടോ. വേണമെന്ന് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലേവറിന് വേറെ വല്ലതും ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അത് ഞാൻ അതിലിട്ടു. പിന്നെ മധുരം വേണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊരു പുളിപ്പ് രസവും ചുവപ്പ് രസവും കൂടിയതാണ്. അപ്പോൾ മധുരം വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം, അല്ലെങ്കിൽ തേൻ ഒഴിക്കാം. ഞാനിപ്പോൾ തേൻ നോക്കിയപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, ഉണങ്ങി തുടങ്ങിയ പോലെയായി. അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്താണ് ആവശ്യമുള്ളവർക്ക്. ഞാൻ അധികം പഞ്ചസാര ഇട്ടില്ല, ഞാൻ നുള്ളിൽ പഞ്ചസാര ഇട്ടിട്ട് ഞാൻ കുടിക്കുമ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഗ്ലാസ്സിൽ പഞ്ചസാര ഇടുന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി കുടിക്കണമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഇത് നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരികയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുടിക്കണം. ഉണ്ടാക്കി കുടിച്ചിട്ട് വിവരം എന്നെ അറിയിക്കണം. അപ്പോൾ പുതിയ ഒരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത് വരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ PM കോങ്ങാട്ടിൽ. പിന്നെ ഞാനൊരു ചേച്ചിക്ക് കൊടുത്തപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു. ആ അഭിപ്രായം കൂടി കേൾക്കാം കേട്ടോ. എങ്ങനെയുണ്ട് ചേച്ചി? നന്നായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി കുടിക്കും. സൂപ്പറായിട്ട് കേട്ടോ.